പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം നിലനിൽക്കെ CPM നേതൃത്വ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് CPI. അനുകൂല തീരുമാനമായില്ലെങ്കിൽ കടുത്ത ചില തീരുമാനങ്ങളിലേക്ക് കടക്കാനും CPI മടിക്കില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വൈകിട്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയേക്കും. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യവുമായി ഡി രാജ CPM ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഫലം നിരാശ മാത്രം. കേരളത്തിൽ തന്നെ തീരുമാനിക്കട്ടെ എന്നായിരുന്നു MA ബേബി അടക്കമുള്ളവരുടെ നിലപാട്. ഇതോടെ CPIയും ബിനോയ് വിശ്വവും ശരിക്കും വെട്ടിലായി കഴിഞ്ഞു. ദേശീയ നേതൃത്വം വഴി ഉപനേതൃ പദവി വേണമെന്ന ആവശ്യം CPM ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിച്ച് പരിഹാരമുണ്ടാക്കാമെന്നായിരുന്നു CPIയുടെ പ്രതീക്ഷ. CPM സംസ്ഥാന നേതൃത്വം തുടക്കത്തിൽ തന്നെ CPIയുടെ ആവശ്യം തള്ളിക്കളഞ്ഞതിനാൽ അവസാനത്തെ പിടിവള്ളി എന്ന നിലയിലായിരുന്നു CPI നീക്കം നടത്തിയത്. CPM സംസ്ഥാന സമിതി യോഗങ്ങൾ അവസാനിച്ചെങ്കിലും CPM മനസ്സു തുറന്നിട്ടുമില്ല. ഉപനേതൃ പദവി വിട്ടുകൊടുക്കേണ്ടെന്ന് തന്നെയാണ് CPMനകത്തെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. കീഴ്വഴക്കം സൃഷ്ടിച്ച് മുന്നോട്ടു പോയാൽ പാർട്ടിക്ക് പിന്നീട് ക്ഷീണമായി മാറുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. നിലവിൽ സംസ്ഥാന സമിതി ചേർന്നതിന് പിന്നാലെ CPMൽ നിന്ന് അനുകൂലമായ മറുപടി CPI പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പക്ഷേ തെറ്റിതിരുത്തൽ നടപടികളെ സംബന്ധിച്ച് മാത്രം പറഞ്ഞവസാനിപ്പിച്ച CPIയുടെ ആവശ്യം വീണ്ടും പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയുമാണ്. ഇതിനിടെയാണ് CPI കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത്. മുന്നണി വിട്ടുപോകാൻ ഉദ്ദേശമില്ലെങ്കിലും നിയമസഭയ്ക്കകത്തും പുറത്തും വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിലകൊള്ളാനാണ് പാർട്ടിയുടെ നീക്കം. സർക്കാരിനെതിരായ സമരപരമ്പരകളിൽ നിന്ന് CPI വിട്ടുനിന്നേക്കും. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വൈകിട്ട് 4-ന് മാധ്യമങ്ങളെ കാണും. തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഉപനേതൃ പദവിയിലെ അന്തിമ നിലപാട് CPM പ്രഖ്യാപിച്ചേക്കും. ജനം, തിരുവനന്തപുരം.